ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ ചെറിയൊരു റെസിപ്പിയാണ്, ഒന്നുമല്ല, നമ്മുടെ പച്ചമുളക് കൊണ്ടുള്ളൊരു റെസിപ്പി. അതായത് നമ്മൾ അധികം മൂക്കാത്ത പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ടൈമിൽ അതിലും ഉണ്ടാവും അധികം മൂക്കാത്തത്. അപ്പോൾ നമുക്കറിയാം, അങ്ങനെ പൊട്ടിച്ചാൽ ഇങ്ങനെ അമർന്നു പോകുന്ന രീതിയിലുള്ള മുളക് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം ഇതിൽ നമ്മൾ വീട്ടിലുണ്ടായതുകൊണ്ട് അതുപോലെ വാങ്ങിയതുകൊണ്ട് കേട്ടോ, നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പൊടിയുപ്പ് നമ്മുടെ മുളകിൻ്റെ സെൻറ്ററിലൂടെ ഇതേപോലെ ഒന്ന് കീറി കൊടുത്ത് പൊടിയുപ്പ് അതിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ കയ്യ് അധികം മൂക്കാത്തതുകൊണ്ട് നമുക്ക് നീറൊന്നുമില്ല. ഇനിയിപ്പോൾ നീറുന്ന പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഗ്ലൗസ് എന്തെങ്കിലും ഇട്ടിട്ട് ഇതുപോലെ കീറി കൊടുക്കുക. അതിനുശേഷം എല്ലാ മുളകിലേക്കും ഇതുപോലെ നമ്മൾ ഉപ്പ് ഫില്ല് ചെയ്യാം. അപ്പോൾ നല്ല മൂത്ത മുളകാണെങ്കിൽ അത് ഉണ്ടാക്കുമ്പോൾ നല്ല എരിവായിരിക്കും, വറുക്കുമ്പോഴൊക്കെ കാറൊക്കെ ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുളക് മൂക്കാത്തത് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. പരക്കേണ്ട രീതിയിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വയ്ക്കുക. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും ഒരേപോലെ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ മുളക് ഫ്രൈ റെഡി ആയിട്ടുണ്ടാകും. നല്ല ടേസ്റ്റാണിത്. നമുക്ക് സെക്കൻഡ് കറിയൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.